ഒരു തുണിക്കട വ്യാപാരിയുടെ മകൻ ഡിഗ്രി പഠനത്തിന് ശേഷം ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലിക്ക് കയറുന്നു. അവിടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് അയാൾ ഷെയർ മാർക്കറ്റിനെ പറ്റി കേൾക്കുന്നത്. ആദ്യ കേൾവിയിൽ സമ്പത്തുണ്ടാക്കാൻ പറ്റുന്ന വഴിയാണ് ഇതെന്ന് അയാൾ മനസ്സിലാക്കിയെങ്കിലും മാർക്കറ്റിനെ കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കാൻ അയാൾക്ക് സാധിച്ചില്ല. താൻ ചെയ്തിരുന്ന ജോലി വിട്ട് അയാൾ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. 10 വർഷത്തോളം പല സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനങ്ങളിലും വിവിധ തസ്തികകളിൽ ജോലി ചെയ്തു. മുംബൈയിലെ വമ്പൻ ബിസിനസ്സുകാരുമായി അയാൾ വ്യക്തിബന്ധം സ്ഥാപിച്ചു. 1987 ഗ്രോമോർ റിസർച്ച് ആൻഡ് അസറ്റ് മാനേജ്മെന്റ് എന്ന സ്വന്തം സ്ഥാപനം അയാൾ ആരംഭിച്ചു. പിന്നീട് കണ്ണടച്ച് തുറക്കും വേഗത്തിലായിരുന്നു അയാളുടെ വളർച്ച. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മുഖമായി മാറിയ അയാളെ സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റുകളും ഇന്ത്യൻ മാഗസീനുകളും ബിഗ് ബുൾ എന്ന ഓമന പേരിട്ട് വിളിച്ചു. മുംബൈയിലെ വർളി കടൽ തീരത്ത് 15,000 സ്ക്വയർ ഫീറ്റിന്റെ ബംഗ്ലാവ് പണിതു. 30ഓളം ആഡംബര കാറുകൾ ആ ബംഗ്ലാവിന്റെ പോർച്ചിൽ എപ്പോഴും കിടന്നിരുന്നു. 1992 ഏപ്രിൽ 23 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് വരുന്നു. ഇന്ത്യൻ ഓഹരി വിപണിയിൽ അയാൾ നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ച്. അതോടെ ഹർഷദ് മേത്ത എന്ന വൻമരം വീണു.